അനുദിന വിശുദ്ധർ ഓഗസ്റ്റ് 28 വേദപാരംഗതനായ വിശുദ്ധ അഗസ്തീനോസ്. പുരാതന ക്രിസ്തീയ ലോകത്ത് ഏറ്റവും ആഴമായ പാണ്ഡിത്യമുള്ള ഒരാളായിരുന്നു വിശുദ്ധ അഗസ്തീനോസ്. അഗസ്റ്റിൻ എന്ന പേരിലും ഔറേലിയൂസ് അഗസ്തീനോസ് എന്ന പേരിലും വിശുദ്ധൻ അറിയപ്പെടുന്നു. 354 നവംബർ 13 ഉത്തരാഫ്രിക്കയിലെ തകാസ്തയിലാണ് ഔറേലിയൂസ് അഗസ്തീനോസ് ജനിച്ചത്. വിശുദ്ധൻ്റെ മാതാവായിരുന്ന മോനിക്ക ഒരു ദൈവഭക്തിയായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്ന പട്രീഷ്യസ് ഒരു അവിശ്വാസിയായിരുന്നു. നല്ല രീതിയിലുള്ള ക്രിസ്തീയ വിദ്യാഭ്യാസം ലഭിച്ചിരുന്ന അഗസ്തീനോസ് അപ്പോഴും ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ടില്ലായിരുന്നു. കാർത്തേജിൽ നിയമവിദ്യാർത്ഥിയായിരിക്കെ മാനിക്കേയ വാദത്തിൽ അദ്ദേഹം ആകൃഷ്ടനാവുകയും പാപത്തിൻ്റെ വഴിയിൽ ജീവിക്കുവാൻ തുടങ്ങുകയും ചെയ്തു. ഇത് അവൻ്റെ അമ്മയായ മോനിക്കയെ സങ്കടത്തിലാക്കി. തൻ്റെ കൂടെ ആയിരിക്കുവാൻ അമിതമായി ആഗ്രഹിച്ചിരുന്ന തൻ്റെ മാതാവിനെ കബളിപ്പിച്ച് അഗസ്തീനോസ് റോമിലെത്തി. അവനെ ഓർത്ത് കരയുവാനും പ്രാർത്ഥിക്കുവാനും മാത്രമേ മോനിക്കയ്ക്ക് സാധിക്കുമായിരുന്നുള്ളൂ. അവളുടെ സങ്കടം കണ്ട് ഒരിക്കൽ ഒരു മെത്രാൻ ഇങ്ങനെ പറഞ്ഞു: ഒരുപാട് കണ്ണുനീരിൻ്റെ ഈ പുത്രൻ നഷ്ടപ്പെടുകയില്ല. എന്നാൽ തിന്മയുടെ ശക്തി അഗസ്തീനോസിനെ കൂടുതൽ ധാർമ്മികാധപതനത്തിലേക്കായിരുന്നു നയിച്ചുകൊണ്ടിരുന്നത്. പതിയെ പതിയെ തുടർച്ചയായ മോനിക്കയുടെ പ്രാർത്ഥന ഫലം കണ്ടു തുടങ്ങി. സുഖലോലപരമായ ജീവിതത്തിൻ്റെ ശൂന്യതയെയും മനുഷ്യഹൃദയത്തിൻ്റെ അഗാധതയെയും അദ്ദേഹം മനസ്സിലാക്കി. ഭൗതികമായ സുഖങ്ങൾ ആ അഗാധതയിലേക്കെറിയുന്ന ചെറിയ കല്ലുകളാണെന്ന വസ്തുത അദ്ദേഹത്തിന് പതിയെ പതിയെ ബോധ്യമായി തുടങ്ങി. ദൈവത്തിൽ വിശ്രമിക്കാത്തിടത്തോളം കാലം ഹൃദയം അസ്വസ്ഥമായിരിക്കുമെന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായി. മോനിക്കയുടെ കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായി അഗസ്തീനോസ് മാനസാന്തരപ്പെടുകയും 387 ഈസ്റ്റർ രാത്രിയിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു. മിലാനിലെത്തിയ വിശുദ്ധൻ്റെ മാതാവായ മോനിക്ക വളരെ സന്തോഷത്തോടു കൂടിയാണ് അഗസ്റ്റിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ സംഭവമായ ജ്ഞാനസ്നാനത്തിന് സാക്ഷ്യം വഹിച്ചത്. അഗസ്തീനോസും തൻ്റെ മാതാവിനൊപ്പം ആഫ്രിക്കയിലേക്ക് മടങ്ങി. മടക്കയാത്രയിൽ ഓസ്തിയായിൽ വെച്ച് അവൻ്റെ മാതാവ് മരണമടഞ്ഞു. തൻ്റെ മകന് ഒരു രണ്ടാം ജന്മം നൽകുവാൻ കഴിഞ്ഞുവെന്ന സന്തോഷത്തിലാണ് ആ അമ്മ മരിച്ചത്. 388 അദ്ദേഹം തകാസ്തയിൽ തിരിച്ചെത്തുകയും തൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം സാധാരണ ജീവിതം നയിച്ചു വരികയും ചെയ്തു. പിന്നീട് തൻ്റെ സ്വത്തുക്കളെല്ലാം പാവങ്ങൾക്ക് വീതിച്ചു നൽകിയതിന് ശേഷം 391 ഹിപ്പോയിൽ വെച്ച് അഗസ്തീനോസ് പൗരോഹിത്യപട്ടം സ്വീകരിക്കുകയുണ്ടായി. 394 മെത്രാനായിരുന്ന വലേരിയൂസിൻ്റെ സഹായിയായി തീർന്ന വിശുദ്ധൻ വലേരിയൂസിൻ്റെ മരണത്തോടെ തൻ്റെ 41ാമത്തെ വയസ്സിൽ ഹിപ്പോയിലെ മെത്രാനായി അഭിഷിക്തനായി. 396 മുതൽ 430 വരെ ഹിപ്പോയിലെ മെത്രാനായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. തിരുസഭയുടെ ഏറ്റവും സ്വാധീനമുള്ള ദൈവശാസ്ത്രജ്ഞനായിരുന്നു വിശുദ്ധൻ. പ്രത്യേകിച്ച് ത്രിത്വിക ദൈവം, പുണ്യം, സഭ എന്നിവയെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങളിൽ വിശുദ്ധൻ്റെ ജ്ഞാനം വളരെ വലുതായിരുന്നു. ഒരു നല്ല പ്രഭാഷകനും എഴുത്തുകാരനും അപാരമായ ആത്മീയതയുമുള്ള ആളായിരുന്നു അദ്ദേഹം. വിശുദ്ധൻ്റെ രചനകളിൽ ഏറ്റവും കൂടുതലായി അറിയപ്പെടുന്ന കൺഫെഷൻസ് എന്ന കൃതിയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള വിവരണങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ, അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടുകൾ, മതപരമായ നിരീക്ഷണങ്ങൾ എന്നിവയും ഈ രചനയിൽ കാണാവുന്നതാണ്. ദ സിറ്റി ഓഫ് ഗോഡ് എന്ന കൃതിയും വിശുദ്ധൻ്റെ പ്രസിദ്ധമായ ഒരു രചനയാണ്. വിശുദ്ധൻ്റെ പ്രസംഗങ്ങൾ പ്രത്യേകിച്ച് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷങ്ങളെയും സങ്കീർത്തനങ്ങളെയും ആസ്പദമാക്കിയുള്ളവയായിരുന്നു. അഗസ്തീനോസിൻ്റെ സഭാജീവിതം മതവിരുദ്ധവാദങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളാൽ നിറഞ്ഞതായിരുന്നു. ആ പോരാട്ടങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം വിജയം വരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും തിളക്കമാർന്ന വിജയം ദൈവകൃപയുടെ ആവശ്യകതയെ നിഷേധിക്കുന്ന പെലാജിയൂസിനെതിരായി നേടിയതായിരുന്നു. ഈ വിജയം അദ്ദേഹത്തിന് കൃപയുടെ പാരംഗതൻ എന്ന വിശേഷണം നേടിക്കൊടുത്തു. വിശുദ്ധൻ്റെ രചനകളിൽ മുന്നിട്ട് നിന്നിരുന്ന ദൈവത്തോടുള്ള അപാരമായ സ്നേഹത്തിൻ്റെ പ്രതീകമായി ക്രിസ്തീയ കലകളിൽ ജ്വലിക്കുന്ന ഹൃദയവുമായി ചേർത്തുകൊണ്ടാണ് വിശുദ്ധനെ പലപ്പോഴും ചിത്രീകരിച്ചിട്ടുള്ളത്. അഗസ്തീനിയൻ സന്യാസ സമൂഹം അഗസ്തീനോസിൻ്റെ സന്യാസാദർശങ്ങൾ പിന്തുടരുകയും അദ്ദേഹത്തെ അവരുടെ ആത്മീയ പിതാവായി സ്വീകരിക്കുകയും ചെയ്തു. ഹിപ്പോയിൽ വെച്ചാണ് വിശുദ്ധൻ മരണപ്പെടുന്നത്.